എവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആയിരത്തി 1987 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് വെള്ളിക്കോത്ത് ശ്രീ മാധവന്റെയും ശ്രീമതി ലീലയുടെയും മകനായി ജനിച്ച മലയാളത്തിലെ യുവ സാഹിത്യകാരൻ. അദ്ദേഹത്തിൻ്റെതായി ഒരു പുസ്തകമേ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ ആ പുസ്തകം മതി അദ്ദേഹത്തെ എന്ന് ഓർമ്മിച്ചിരിക്കാൻ. മഹാകവി പിയുടെ നാട്ടുകാരൻ. 2013 മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. പറഞ്ഞു വരുന്നത് മലയാളത്തിലെ യുവ സാഹിത്യകാരൻ ശ്രീ മുകേഷ് വെള്ളിക്കോത്ത്. ശ്രീ മുകേഷ് വെള്ളിക്കോത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം, അതാണിന്ന് നമ്മൾ സാഹിതിയിൽ പരിചയപ്പെടുന്നത്. ഇതൊരു യാത്രാ വിവരണമാണ്. സത്യത്തിൽ ഈ പുസ്തകം വായിച്ചപ്പോൾ ഒരു യാത്രാ വിവരണം എന്നതിലുപരി, സാധാരണ യാത്ര പല രീതിയിലുണ്ട്. നമുക്ക് തീർത്ഥയാത്രയുണ്ട്, ഒരു വിനോദയാത്രയുണ്ട്, ഇതൊക്കെയുണ്ട്. ഒരു വിനോദയാത്ര പോലെ പോയതാണ് അദ്ദേഹം ഇത്. പക്ഷേ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു തീർത്ഥയാത്ര പോലെയാണ്. അത്രയ്ക്ക് പവിത്രമാണ് ആ യാത്ര. ആ യാത്രയിലെ വിശേഷങ്ങൾ, അദ്ദേഹം കണ്ട കാഴ്ചകൾ, ഇതൊക്കെ അദ്ദേഹം നമുക്കായിട്ട് പറഞ്ഞു തരുമ്പോൾ ശരിക്കും മനസ്സിൽ ഇതൊരു തീർത്ഥയാത്ര പോലെ തന്നെ തോന്നുന്നു. എന്നാൽ ഇതൊരു ദേവാലയ ദർശനമൊന്നുമല്ല. റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ശ്രീ മുകേഷിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് അവിടെ ജോലിക്കെത്തിയ ശ്രീ സതീഷിന്റെ നാട്ടിലേക്ക് ശ്രീ മുകേഷ് നടത്തിയ ഒരു യാത്രാ വിവരണമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്ന ഒരു പുസ്തകം. മറ്റൊരു നാട്ടിലേക്ക്, ഈ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു നാട്ടിലേക്ക് പോയ ഒരു യാത്ര, 2 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രാ വിവരണ പുസ്തകമാക്കാൻ തക്ക എന്ത് വിവരണമാണ് എന്ന് നമുക്ക് അത്ഭുതപ്പെടാം. പക്ഷെ ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതൊരാഗ്രഹം ജനിക്കുന്നു. നമുക്കും ഒരിക്കലും ഈ ഗ്രാമം ഒന്ന് കാണണം. ഇങ്ങനെ ഒരു വിശുദ്ധിയുള്ള ഗ്രാമം നമ്മുടെ ഈ നാട്ടിലുണ്ടോ എന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് പവിത്രമായ, അത്രയ്ക്ക് വിശുദ്ധിയുള്ള മനുഷ്യരുള്ള ഒരു നാട്. ആ നാടിനെ, ആ ഗ്രാമത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ശ്രീ മുകേഷ് വെള്ളിക്കോത്ത് ഈ പുസ്തകത്തിലൂടെ. ഏറെ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം. ശ്രീ മുകേഷ് വെള്ളിക്കോത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം, പ്രഥമ പുസ്തകം, തൊടരിപ്പട്ട്. ഈ പുസ്തകമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത്. ഈ തൊടരിപ്പട്ട് എന്ന് കേൾക്കുമ്പോൾ സത്യത്തില് എനിക്കും ആദ്യം കരുതിയില്ല, ഞാനും ആദ്യം അറിഞ്ഞിരുന്നില്ല ഇതൊരു യാത്രാ വിവരണമാണെന്ന്. റെയിൽവേയിൽ ജോലി ചെയ്യുന്ന മുകേഷിന്റെ അടുത്ത സുഹൃത്തായ ദിവ്യയാണ് എനിക്ക് ഈ പുസ്തകം തരുന്നത് വായിക്കാൻ. ഒന്ന് വായിച്ചു നോക്കെന്നും പറഞ്ഞു തന്നു. സത്യത്തില് ഒരിക്കലും ഇത് ഒരു എഴുത്തുകാരന്റെ ആദ്യത്തെ പുസ്തകമാണ് എന്നൊന്നും പറയാതെയാണ് എനിക്ക് ഈ പുസ്തകം തന്നത്. പക്ഷെ പുസ്തകം വായിച്ചപ്പോൾ, ഒരു വലിയ പുസ്തകമൊന്നുമല്ല ഇത്, വെറും 80 പേജേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു 2 മണിക്കൂർ കഷ്ടിച്ച്, സമയം ധാരാളം. കാരണം ഇതിനകത്ത് ആ 80 പേജിൽ തന്നെ അദ്ദേഹം കുറേയധികം ഫോട്ടോസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയിൽ കണ്ട ഫോട്ടോസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രാ വിവരണം, 80 പേജ് എന്നുള്ള പുസ്തകം ഉണ്ടെങ്കിൽ പോലും 80 പേജിൽ വിവരണം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, വായിക്കാൻ തുടങ്ങിയാൽ നമ്മളത് വായിച്ച് തീർത്തിട്ട് ഈ പുസ്തകം അടച്ചു വയ്ക്കൂ. അത്ര മനോഹരമായിട്ട് ഒരു നദി ശാന്തമായി ഒഴുകുന്നത് പോലെ അദ്ദേഹം നമുക്ക് വിവരണങ്ങൾ നൽകുന്നു. തമിഴ്നാട് സംസ്ഥാനത്തെ സേലത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ് തൊടരിപ്പട്ട്. സത്യത്തിൽ ഈ പുസ്തകം വായിക്കുന്നവരെ തൊടരിപ്പട്ട് എന്താണ് എന്നെനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന സതീഷ് തൻ്റെ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ
മുകേഷിന്റെ ഉള്ളിലുണ്ടായ, ഗ്രന്ഥകാരന്റെ ഉള്ളിലുണ്ടായ ഒരു ആകാംക്ഷ. തുടർന്ന് സതീഷ് തുടരെ തുടരെ വിളിക്കുന്നു, സാർ എൻ്റെ നാട്ടിലേക്ക് ഒന്ന് വാ, എൻ്റെ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ മുകേഷ് സതീഷിനൊപ്പം തൊടരിപ്പെട്ടെന്ന സതീഷിന്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടുന്ന് 90 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്ത് കള്ളക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ വെള്ളിമല എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഈ വെള്ളിമലയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്തിട്ട് വേണം തൊടരിപ്പെട്ടെന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാൻ. പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നി, പക്ഷെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, സേലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കള്ളക്കുറിച്ചി ജില്ലയിൽ, അതായത് സേലം ജില്ല പോലെ തന്നെ മറ്റൊരു ജില്ല കള്ളക്കുറിച്ചി ജില്ല, അവിടുന്ന് വെള്ളിമലയിലേക്ക്, അതായത് 90 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ഒറ്റ ട്രിപ്പിലേക്കുള്ള വണ്ടി കിട്ടില്ല. അവരതിന് പകരം കർമ്മന്തുറൈ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വണ്ടി കയറി അവിടുന്നാണ് വെള്ളിമലയിലേക്ക് പോകുന്നത്. ഈ വെള്ളിമലയിൽ ചെന്നിട്ട് ഇവര് യാത്രയിൽ ഇടയ്ക്ക് സതീഷ് മുകേഷിനോട് പറയുന്നുണ്ട്, സാറ് കിടന്നുറങ്ങിക്കോ, ഞാൻ വിളിച്ചുകൊള്ളാം. രണ്ടുപേരും അലാം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ സതീഷ് കൃത്യമായി വിളിച്ചുണർത്തുന്നു മുകേഷിനെ. രണ്ടുപേരും സേലം ജംഗ്ഷനിൽ ചെന്നിറങ്ങുന്നു. അവിടുന്ന് കർമ്മന്തുറയിലേക്ക് കിട്ടുന്ന ബസ് അതാണ്, കർമ്മന്തുറ ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടുന്നാണ് ഇവര് വെള്ളിമലയിലേക്ക് വരുന്നത്. പക്ഷെ ഈ വെള്ളിമലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബസ്സില്ല. ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് കാളവണ്ടിയും ബൈക്കുമാണ്. അപ്പൊ പരിചയക്കാർ ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളൊന്നുമല്ല, അവിടെ ഹെൽമെറ്റ് അല്ലെങ്കിൽ രണ്ടുപേര് മാത്രമേ യാത്രയാവൂ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മിനിമം 3 പേരാണ് അവിടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ ബൈക്കിൽ വേണം അങ്ങോട്ട് പോകാൻ. അപ്പൊ പരിചയക്കാരെങ്കിലും കണ്ടാൽ അവരുടെ കൂടെ ട്രിപ്പ് അടിച്ച് പോകണം. അങ്ങനെ ഇവരുടെ നാട്ടിലേക്ക്, അതായത് സതീഷിന്റെ സ്വന്തം ഗ്രാമമായ തൊടരിപ്പട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് കർമ്മന്തുറയിൽ നിന്ന് വെള്ളിമലയ്ക്കുള്ള യാത്രയിൽ ശ്രീ മുകേഷ് വളരെ ഡീപ്പായിട്ട് വിശദീകരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതായത് നല്ല ഫോറസ്റ്റിലൂടെ പോവുകയും അവിടുന്ന് ചുരം കയറുമ്പോൾ കാണുന്ന പാപ്പൻപേട്ടി ഡാം, ഇതിൻ്റെയൊക്കെ വിവരണങ്ങൾ നല്ല ഭംഗിയാണ്. ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പ്രത്യേകത, പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ നമ്മളത് വായിച്ച് തീർക്കാതെ താഴെ വയ്ക്കില്ല. രണ്ടാമത്തെ പ്രത്യേകത വിഷ്വലൈസേഷനാണ്. അതായത് ഈ പുസ്തകത്തിലെ ഓരോ വരികളും ശ്രീ മുകേഷ് നമുക്ക് എഴുതി കാണിച്ചു തരികയല്ല, നമ്മളെ കൂടെ കൊണ്ടുപോവുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വരികളിലൂടെ തൊടരിപ്പെട്ടെന്ന ഗ്രാമവും അതിലെ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. അത്ര ഹൃദയത്തിൽ തൊട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അങ്ങനെ പറയാം, ഹൃദയത്തിൽ തൊട്ട് എഴുതിയിട്ടുണ്ട്. തൊടരിപ്പെട്ട് എന്ന ഗ്രാമത്തിൽ ഇവരെത്തുന്നു. അപ്പോ അവിടെ സതീഷിന്റെ അമ്മ, അച്ഛൻ മരിച്ചുപോയി, വളരെ ദുഃഖകരമായിട്ട് അത് പറയുന്നുണ്ട്. മുകേഷ് ചോദിക്കുമ്പോൾ അതൊക്കെ സതീഷിന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സതീഷിന്റെ അമ്മയും സഹോദരി ശശികലയും ഇവരെ സ്വീകരിക്കുന്നത്, ഒന്ന് സഹോദരന്റെ ബോസാണ് വരുന്നത്, കൂടെ വർക്ക് ചെയ്യുന്ന സാറാണ് വരുന്നത്. അപ്പോൾ ആ എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ടാണ് അവർ ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത്. പക്ഷേ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ളിമല കഴിഞ്ഞാൽ പിന്നെ മൊബൈലിന് റേഞ്ച് ഇല്ല. അപ്പൊ വെള്ളിമല കഴിഞ്ഞാൽ ഒരു കോള് വിളിക്കാൻ നിവർത്തിയില്ല, നെറ്റ് എന്ന് പറയുന്ന സംഭവമില്ല, വാട്സപ്പ്, ഫേസ്ബുക്ക് അതുപോലുള്ള ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ മൊബൈലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കുന്ന പാട്ടോ പിക്ചറോ ഒക്കെ കാണാം എന്നുള്ളതല്ലാതെ നമുക്ക് നെറ്റ് ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, ഫോൺ വിളിക്കാൻ പറ്റില്ല, കോൾ ഇങ്ങോട്ട് വരില്ല. ഇതാണ് അവസ്ഥ. ഇത് നേരത്തെ മുകേഷിനോട് സതീഷ് പറയുന്നുണ്ട്. എന്തായാലും ഇവര് നാട്ടില് അവിടുന്ന് തൊടരിപ്പട്ട് ഗ്രാമത്തിലെത്തുന്നു. അവിടെ അമ്മയും സഹോദരിയും ഒക്കെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ശരവണൻ എന്ന് പറയുന്ന ചിറ്റപ്പൻ, സതീഷിന്റെ ചിറ്റപ്പൻ, ഇവരെ കാണാൻ വരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കിടക്കാം, നമുക്ക് അവിടെ താമസിക്കാം. കാരണം ഒരു മുറിയും
ഒരു അടുക്കളയും ഒരു വരാന്തയും ഒക്കെ ചേർന്നൊരു കുഞ്ഞു വീടാണ് സതീഷിന്റെ. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇതിലെ പല സന്ദർഭങ്ങളിലും മുകേഷ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ സതീഷിന്റെ വീടിന്റെ കാര്യം, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവരുടെ വരുമാനത്തെ പറ്റി, വരുമാന സ്രോതസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ കൃഷിയാണ് പ്രധാന വരുമാനം. ആ കൃഷിയിലൂടെയാണ് ഈ മക്കളെ രണ്ടുപേരെയും പഠിപ്പിച്ചതെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പൊ എന്ത് കൃഷിയാണെന്ന് ചോദിക്കുമ്പോൾ ഇത്തവണ ഇട്ടത് കപ്പയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇടക്ക് സതീഷ് എന്നൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട്, ഒരു കാർഡ് പോലത്തെ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ നോക്കുന്നത് മുകേഷ് കാണുന്നുണ്ട്. ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ കണക്കൊന്നും നോക്കുകയായിരുന്നു. എന്തായിരുന്നു ആ കണക്കെന്ന് പറഞ്ഞാൽ, ഒരു ഏജന്റ് മുഖേനയാണ് ഇവര് കൃഷി ചെയ്തെടുക്കുന്ന കപ്പ അതിന്റെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഏജന്റ് മുഖേനയാണ്. അപ്പൊ ഈ ഏജന്റ് വർഷാവസാനം കൊടുക്കുന്ന പൈസയുടെ കണക്കാണ്. അത് ഓരോ തവണ കൊടുക്കുമ്പോഴും ഇവർ എഴുതി എഴുതി വെച്ചിട്ട് ടോട്ടൽ ചെയ്തിട്ട് അവസാനമാണ് അതിന്റെ കണക്ക് നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം 15,000 രൂപയുണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ 12 സംതിങ് രൂപയേ ഉള്ളൂ എന്ന് പറയുന്നത്. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഞാൻ പറഞ്ഞു ഈ വീടിന്റെ കാര്യം പറഞ്ഞു, ഈ അടുത്തത് വരുമാനത്തിലേക്ക് വരികയാണ്. ഈ വരുമാനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 12,000 രൂപ, 12,000 രൂപയാണ് ഒരു വർഷത്തെ ആ വീട്ടിലെ വരുമാനം. ഈ വരുമാനം കൊണ്ട്, അതായത് ആവറേജ് 1,000 രൂപ ഒരു മാസം, ഈ പൈസ കൊണ്ട് ഒരു പരിഭവമില്ലാതെ, ഒരു സങ്കടവും ഇല്ലാതെ അവർ ജീവിക്കുന്നു സന്തോഷത്തോടെ. അതാണ് ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർക്ക് മതിയായ നല്ല റോഡുകളില്ല. ജലസേചനത്തിനായി ഗവൺമെന്റ് സ്ഥാപിച്ചു കൊടുത്ത ടാങ്കുകളുണ്ട്. ആ ടാങ്കുകളിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ആ വെള്ളം എടുക്കുന്ന രീതിയൊക്കെ മുകേഷ് വളരെ രസകരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. വർണ്ണിക്കുകയല്ല, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പുലർച്ചെ വന്ന് സ്ത്രീകൾ വന്ന് കുടത്തിൽ വെള്ളമെടുത്ത് വീട്ടിലെ വലിയ വലിയ പാത്രങ്ങളിൽ നിറയ്ക്കുന്ന സീനുകളൊക്കെ നമുക്കത്, നമ്മൾ അവിടെ തുടരപ്പെട്ടിൽ നിന്ന് കാണുന്ന പോലെ തോന്നും വിധം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ജീവിതം, അതായത് ഇന്ന് നമുക്ക് എത്ര പണം കിട്ടിയാലും നമുക്ക് മതിയാവുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച നമ്മൾ ആ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു നാടിന്റെ വിശുദ്ധി എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഒരു കളങ്കമില്ലായ്മ, ഒരു സ്നേഹത്തിന് ഒരു കുറവുമില്ല. അത് ഈ യാത്രയിൽ ഉടനീളം മുകേഷ് തൊട്ടറിയുന്ന ഒരു കാര്യമാണ്. സതീഷിനെ കാണുമ്പോൾ ഓരോരുത്തരും വിശേഷങ്ങൾ ചോദിക്കുന്നത്, ഒരു ടീ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ അവര് പരിചയം പുതുക്കുന്നത്, ഇതൊക്കെ സതീഷിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും സഹോദരി ശശികലയും കാണിക്കുന്ന സ്നേഹം, അവിടുന്ന് ശരവണൻ ചിറ്റപ്പൻ ഇവരെ കൊണ്ടുപോകുന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇനി എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ സതീഷ് അങ്ങോട്ട് പറയുന്നു, നമുക്ക് കൽവരയൻ മല കാണാം, അവിടെയാണ് മേഘം വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പൊ അവിടെ വെള്ളച്ചാട്ടം കാണാൻ പോവാം, മേഘം വെള്ളച്ചാട്ടം കാണാൻ സാറിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ശരവണൻ ചിറ്റപ്പന്റെ ബൈക്കിലാണ് ഇവര് രണ്ടുപേരും കയറി 3 പേരുമായിട്ട് പോകുന്നത്. ആ പോക്കില് ആ ഭയങ്കരമായ, എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള റോഡാണ്. നമ്മളിവിടെ കാണുന്ന പോലെ അത്ര സുഗമമായ യാത്രയൊന്നും അല്ല. അപ്പൊ പുറകിലിരുന്നിട്ട് മുകേഷിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, ഇത് ബൈക്ക് കയറി പോകുമോ, ഈ മലയിലേക്ക് കയറി പോകണം, അഗാധമായ ഒരു സൈഡ് കൊക്കയും ഒക്കെയാണ്, തന്നെയല്ല ഗംഭീരമായ പാറയൊക്കെ കിടന്നിട്ടാണ് പോകുന്നത്. പക്ഷെ ശരവണൻ ചിറ്റപ്പൻ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്ന പറയുന്നത്. ഇടക്ക് സതീഷും ചോദിക്കുന്നുണ്ട്, മുകേഷും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇറങ്ങി നടന്നു വരട്ടെ, ചിറ്റപ്പൻ ബൈക്ക് ഓടിച്ച് കയറ്റെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇരുന്നോളൂ, നിങ്ങൾ ഇരുന്നോളൂ, ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മൊബൈലിൽ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോവാണ്. കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടുന്ന് പിന്നെ പാറയിൽ പിടിച്ച് ഇറങ്ങണം താഴേക്ക്. ആ പാറയിൽ പിടിച്ച് ഇറങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നിരന്തരം വെള്ളം വീണ് പാറയ്ക്ക് ഇഴുക്കലുണ്ട്, വഴുക്കലായി കിടക്കുകയാണ്. അപ്പൊ അത് വളരെ കെയർ ചെയ്ത് വളരെ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. പക്ഷെ ഇവര് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും മുകേഷ് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സതീഷ് ആയാലും ശരവണൻ ചിറ്റപ്പനായാലും പെട്ടെന്ന് അങ്ങ് കയറുകയും ചെയ്യും ഇറങ്ങുകയും ചെയ്യും. കാരണം എന്താണ്, അവർക്കത് സ്ഥിരം പോയി അത് നല്ല ബാലൻസ് ആയി. പക്ഷെ അത് ഇറങ്ങുന്നതിനേക്കാൾ പാടായിരുന്നു അവർക്ക് കയറി വരാൻ. അവിടെ മുകേഷ് അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ വെള്ളച്ചാട്ടത്തിന്റെ, നമ്മൾ ഇപ്പൊ ഇവിടെ മനസ്സിൽ കാണുന്ന പോലെ ഉള്ള വെള്ളച്ചാട്ടമൊന്നുമില്ല. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശം. അപ്പം മഴയില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് വെള്ളം കുറവാണ് എന്നൊക്കെ സതീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ മനോഹാരിത, അതിന്റെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകും.
ഭയങ്കരമായ ബ്യൂട്ടിയാണ്, ചുറ്റിനും വനങ്ങളാണ്. അപ്പൊ ഒരു പച്ചപ്പിന്റെ നടുക്ക് ഒരു ജലാശയത്തിനടുത്ത് നമ്മൾ നിൽക്കുന്നത് അതൊരു വല്ലാത്തൊരു പ്രതീതിയാണ്, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. എന്താ പറയുക, വെള്ളം ഒഴുകുന്ന ശബ്ദവും ഈ വനത്തിൽ കാറ്റ് തട്ടുമ്പോഴുണ്ടാകുന്ന ഒരു ഹൂങ്കാര ശബ്ദവും അല്ലാതെ, അതായത് പ്രകൃതിയുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദമില്ല. ഒരു എന്താ പറയുന്നത്, ഒരു പൊല്യൂഷൻ അതിൻ്റെ ഒരു ഇതില്ല. അതുകൊണ്ട് തന്നെ ആ നാടിൻ്റെ ഒരു ഒരു ശുദ്ധി അത് ആ അക്ഷരങ്ങളിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. അവിടുന്ന് തിരിച്ച് ഇവര് വന്ന് അന്ന് ശരവണൻ ചിറ്റപ്പന്റെ വീട്ടിൽ കിടന്നുറങ്ങും. പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ, അതില് ഒരു പയ്യൻ, അഴകെന്ന അവന്റെ പേര്, അത് മുകേഷ് പരിചയപ്പെടുന്ന, അവന് ആട്ടിൻപറ്റത്തെ മേയിച്ചുകൊണ്ട് പോകുന്ന ഒരു കൊച്ചു പയ്യൻ, ഒരു ബാലൻ. അപ്പൊ അവനോട് പരിചയപ്പെട്ട് പേര് ചോദിക്കുമ്പോഴാ പറയുന്നത് അഴക്. അപ്പൊ അച്ഛന്റെ പേര് പേരഴക്. അപ്പൊ അത് സത്യമാണ്. പക്ഷെ മുകേഷ് പറയുന്നുണ്ട്, അവന്റെ ആ പേരിലുള്ള സൗന്ദര്യം അവന്റെ രൂപത്തിലില്ല, പക്ഷെ അതിനേക്കാൾ ഏറെ സൗന്ദര്യം അവന്റെ പ്രവൃത്തിയിലുണ്ട്. അങ്ങനെ ആ നാട് കണ്ട് തിരിച്ച് വീണ്ടും വീട്ടിൽ ചെല്ലുക. അപ്പൊ അതിനകത്ത് വേറൊരു രസകരമായ കാര്യം, ഒരു അതിഥി വന്നിരിക്കുന്നു. അപ്പൊ അത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും കഴിച്ചാൽ പോരാ, ഇവര് 3 നേരം ചോറാവുന്നത്. പക്ഷെ ഒരു അതിഥി വന്നപ്പോൾ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകം അവര് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. കോഴിയൊക്കെ ഒന്ന് കറി വെച്ച്, ശരവണൻ ചിറ്റപ്പന്റെ സ്പെഷ്യൽ കറിയൊക്കെ വെച്ച് കൊടുക്കുന്നു. പിന്നെ പിറ്റേ ദിവസം ഈ ശശികല ചേച്ചി, അതായത് സതീഷിന്റെ സഹോദരി, പനിയാരം എന്ന് പറയുന്നൊരു ഫുഡ് മുകേഷിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു കുഴക്കട്ട പോലെയൊക്കെ ഇരിക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോ മുകേഷ് പറയുന്നുണ്ട്, നമ്മളൊരു നാട് കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ നാടിലെ പ്രകൃതി ഭംഗി മാത്രമല്ല, അവരുടെ സംസ്കൃതി, അവരുടെ പൈതൃകം, ഇതൊക്കെ തൊട്ടറിയണം. അതിനുവേണ്ടി അവരുടെ ഭക്ഷണം കഴിക്കണം, അവരുടെ രുചി അറിയണം നമ്മൾ. എങ്കിൽ മാത്രമാണ് അവരെ അറിഞ്ഞിട്ട് പോരാൻ പറ്റുക, ആ നാടിന്റെ സംസ്കൃതി അറിഞ്ഞിട്ട് പോരാൻ പറ്റുക. അതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് നമുക്ക് ആ നാടിന്റെ ഹൃദയത്തെ തൊട്ട് അറിയാൻ പറ്റും. അവിടുന്ന് 2 ദിവസം അദ്ദേഹം അതൊക്കെ കണ്ടു. പുലർച്ചെ ജോലിക്ക് പോകുന്ന സ്ത്രീകള്, അപ്പൊ ഇവര് ഇതിനിടക്ക് ഈ കർമ്മന്തുറൈ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി പോരാൻ നേരത്ത് അവിടെ മാമ്പഴം വിൽക്കാൻ വെച്ചിരിക്കുന്നത് മുകേഷ് കാണുന്നുണ്ട്. അപ്പൊ മാമ്പഴം ഇഷ്ടമുള്ള സാധനമല്ലേ. അപ്പൊ അതുകൊണ്ട് അത് വാങ്ങാൻ ചെല്ലുമ്പോൾ സതീഷ് പറയുന്നുണ്ട്, സാർ ഇവിടുന്ന് വാങ്ങണ്ട, ഇതൊക്കെ ചീത്തയാണ്, നമുക്ക് നമ്മുടെ കാട്ടിൽ നിന്ന് പറിക്കാം. ഈ കാട്ടിൽ നിന്ന് പറിക്കാം എന്ന് സതീഷ് പറയുമ്പോൾ മുകേഷിന് തന്നെ വീട്ടിലുണ്ടാവും, കാട്ടിൽ നിന്ന് പറിച്ചത് വീട്ടിലുണ്ടാവും. അപ്പോ കാട്ടില് മാവ് അത് പ്രകൃതിദത്തമായി പിടിക്കുന്നതല്ലേ, ഇതിനേക്കാൾ ടേസ്റ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അവിടുന്ന് കഴിക്കാം എന്ന് തന്നെയാണ് കരുതി വരുന്നത്. പക്ഷെ ഈ സതീഷ് കാടെന്ന് ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജോലി സ്ഥലമാണ്. ഒരു മലയുടെ മുകളിൽ ഒരു 4-5 കിലോമീറ്ററോളം സതീഷിന്റെ വീട്ടിൽ നിന്ന് നടന്ന് ദൂരെ ചെന്നിട്ട് അവിടെ ഒരു കാട് മേഘം വെള്ളച്ചാട്ടം കണ്ടിട്ട് വരുന്ന വഴി ശരവണൻ ചിറ്റപ്പനോട് സതീഷ് പറയുന്നുണ്ട്, ചിറ്റപ്പൻ പൊക്കോളൂ, ഞാൻ സാറിനെ കാട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം. അപ്പോഴും മുകേഷിന്റെ ധാരണ, വായിക്കുന്ന നമ്മളും കരുതുന്നത് ഒരു തിക്ക് ഫോറസ്റ്റ് ഒക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല, അവർ ജോലി ചെയ്യുന്ന സ്ഥലം സതീഷ് കാണിച്ചു കൊടുത്തു, സാർ ഇത്ര സ്ഥലം നമ്മുടേതാണ്, അവിടെ പറമ്പ് കൊത്തിക്കിളച്ച് അടുത്ത കൃഷിക്കായിട്ട് ഒരു സ്ഥലം റെഡിയാക്കിയിട്ട്. അപ്പൊ ചോദിക്കും, അടുത്തത് എന്താണ് പ്ലാൻ, അടുത്ത എന്ത് കൃഷിയാണ് ചെയ്യുന്നത്? കപ്പയാണ് നമ്മൾ നടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കപ്പ നടാനായിട്ടുള്ള കമ്പൊക്കെ കുറെ അധികം ചെത്തി ഒരുക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഇത് അമ്മ ചെയ്യുന്നതാണ്, ചെത്തി ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദൂരെ ഒരു പനമരം കാണുന്നുണ്ട്. അപ്പൊ പറയും, സാർ അവിടെയാണ് സാമി ഉള്ളത്, അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാറില്ല, അതാണ് നമ്മുടെ ബോർഡർ. അപ്പൊ സ്വാഭാവികമായിട്ടും മുകേഷിന്റെ ഉള്ളിൽ ഒരു സംശയം, സാമിയോ എന്താണ്? അപ്പൊ അദ്ദേഹം കരുതുന്നത് കഞ്ചാവാണെന്നാണ്. നമ്മുടെ നാട്ടില് അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഇതെന്താണ് സതീഷ് എന്ന് പറയുന്നത്? അപ്പോഴാ പറയുന്നത്, നല്ല പനമരം, അവിടെ സാമിയുള്ളതാണ്, അതുകൊണ്ട് ആരും അങ്ങോട്ട് പോവില്ല. വളരെ ഭക്തിയോടും ഭയത്തോടും കൂടിയ സതീഷ് ഇത് പറയുന്നത്. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ സതീഷ് തയ്യാറാവുന്നില്ല. പക്ഷേ സതീഷിന്റെ ആ പെരുമാറ്റത്തിൽ മുകേഷ് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്.
ഇവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിശ്വാസം, അതായത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് പനയിൽ യക്ഷി വസിക്കുന്നു, അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ പനയുടെ ചുവട്ടിലൂടെ പോകരുത് എന്നൊക്കെ പണ്ട് നമ്മൾ മുത്തശ്ശി കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ പനയിൽ ഇവരുടെ ദൈവം വസിക്കുന്നു, അതാണ് അവരുടെ വിശ്വാസം. അതിനെയാണ് അവർ സാമി എന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകാറില്ല. അത് ബോർഡർ ആണെന്ന് പറഞ്ഞു. അവിടുന്ന് മറ്റൊരാളുടെ സ്ഥലമാണ് അങ്ങോട്ട്. അപ്പോ ഇവിടെ കൃഷി ചെയ്യുന്നു ഈ സ്ഥലത്തിനെയാണ് ഇവർ കാടെന്ന് പറയുന്നത്. എന്നാൽ അവിടെ കാടുണ്ട് താനും, പക്ഷെ അതിനല്ല ഇവർ കാടെന്ന് പറഞ്ഞത്. ആ സ്ഥലത്തേക്ക് മാങ്ങ പറിക്കാനായിട്ട്, മാമ്പഴം പറിക്കാനായിട്ട് സതീഷ് വരുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒറ്റ മാമ്പഴം പോലും ഇല്ല. കാരണം എന്താണ്, അതിന്റെ ഇത് സമയം കഴിഞ്ഞു, അതൊക്കെ പറിച്ചു വിൽപ്പനയ്ക്കായി കൊണ്ടുപോയി കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ക്ഷമ പറഞ്ഞിട്ടൊക്കെ, അപ്പം മുകേഷ് പറയാതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന് അപ്പോൾ അന്ന് രാത്രി നമ്മുടെ ശരവണൻ ചിറ്റപ്പന്റെ വീട്ടിലാണ്. ശരവണൻ ചിറ്റപ്പന്റെ വീട്, ശരവണൻ ചിറ്റപ്പൻ എന്താ പറയാ, ഈ സിമെന്റിന്റെ പണിക്കൊക്കെ പോകുന്ന ആളൊരു കലാകാരൻ കൂടെയാണ്. അദ്ദേഹം പെയിന്റിങ് ചെയ്യും, മറ്റ് മേസ്തിരി പണി ചെയ്യും, അങ്ങനെ ഇതൊക്കെ ചെയ്യും. കേരളത്തില് കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ അദ്ദേഹം പണിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളൊക്കെ ശരവണൻ ചിറ്റപ്പൻ അറിയാം. പക്ഷേ മുകേഷിനെ പരിചയപ്പെട്ടപ്പോൾ, കാസർഗോഡ് ജില്ലയാണെന്ന് പറയുമ്പോൾ ശരവണൻ ചിറ്റപ്പൻ ചോദിക്കുന്നുണ്ട്, മംഗലാപുരം പോകുന്ന വഴിയല്ലേ സർ എന്ന്. അപ്പോ അറിയാം. അതുപോലെ തന്നെ സംസാര മധ്യേ ചേച്ചി എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ മുകേഷ് ഞെട്ടിപ്പോന്നാണ് പറയുന്നത്. ഡിഗ്രി കഴിഞ്ഞു, ഞാൻ ഡിപ്ലോമയാണ് എന്ന് പറയുമ്പോൾ മുകേഷ് ശരിക്കും, മുകേഷ് എന്നല്ല, വായനക്കാരായ നമ്മളും അത്ഭുതപ്പെട്ടു പോകും. കാരണം ഒരു 8-9 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ പഠിക്കുന്ന സ്ഥലത്തെത്താൻ പറ്റൂ. അപ്പൊ നിത്യം അത്രയും ദൂരമൊക്കെ നടന്നു വന്ന് ഇത്രയധികം പഠിക്കുക, അതും ഈ സാമ്പത്തികമായി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. പക്ഷെ ഇതൊന്നുമില്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മൊബൈലിന്റെ റേഞ്ച് പോലും ഇല്ലാത്തൊരു നാട്, വാഹന സൗകര്യം ഇല്ലാത്ത നാട്. ആ നാട്ടില് ഒരു പെൺകുട്ടി ഇത്രയധികം വിദ്യാഭ്യാസം നേടി എന്ന് പറയുമ്പോൾ അതിശയം തോന്നും. അതുപോലെ തന്നെ ആ, തൊടരിപ്പട്ടിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും സതീഷ് പഠിച്ച ITI സതീഷ് കാണിച്ചു കൊടുക്കുന്നുണ്ട് മുകേഷിന്. അവിടുന്ന് തിരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസത്തെ സന്തോഷകരമായ അവിടുത്തെ തൊടരിപ്പട്ടിലെ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. അപ്പൊ ഇതിനിടക്ക് രാവിലെ അമ്മ പറയുന്നുണ്ട്, ഇവിടെ ഒരു മരണം ഉണ്ടായി, അപ്പൊ എനിക്ക് അതിലൊന്ന് പങ്കെടുക്കണം, അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് ഇവര് പോകുന്നുണ്ട്. അമ്മ പോവുകയാണ്. അത് കഴിഞ്ഞ് ഇവര് ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ബാൻഡ് മേളം കേൾക്കുന്നുണ്ട്. അപ്പോ പിന്നെ ബാൻഡ് മേളം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ ഒരു ആഘോഷം വരുന്ന പോലെ തോന്നുന്നു. അപ്പൊ സതീഷിനോട് ചോദിക്കുക, അതെന്താണ് സാർ, എന്താണ് സതീഷ്, അതെന്താണെന്ന് മുകേഷ് ചോദിക്കുമ്പോൾ പറയുന്നത്, സാർ അത് അമ്മ പറഞ്ഞില്ലേ ഒരു മരണം നടന്നു, ആ മരണത്തിന് പോകേണ്ടതാണ്. അപ്പോ അതിന് ബാൻഡ് മേളമൊക്കെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ ചെന്നൈയിൽ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ മുകേഷിന് അറിയാം. അപ്പം സതീഷ് പറഞ്ഞു, സാർ അത് എന്തിനാ നിങ്ങളിങ്ങനെ മരണത്തിൽ ബാൻഡ് മേളമൊക്കെ ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നത്, മരിച്ചയാളെ ഏറ്റവും സന്തോഷപൂർവ്വം യാത്രയാക്കിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് നാടിന്റെ ഒരു സംസ്കൃതിയാണ്. അത് കഴിഞ്ഞ് ആ ബോഡിയുടെ അടക്കമൊക്കെ കഴിയുമ്പോൾ ഈ ബാൻഡ് മേളക്കാരൊക്കെ കൂട്ടുകാരുടെ ബൈക്കിൽ കയറി യാത്രയാകുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് പിറ്റേ ദിവസം ഒരു തിരിച്ച് 3-ാം ദിവസം മുകേഷ് തിരിച്ച് തന്റെ നാട്ടിലേക്ക് പോരുന്നു. അപ്പൊ ഇതിനിടക്ക് രാ ഒരു ദിവസം വൈകുന്നേരം, 2-ാം ദിവസം വൈകുന്നേരം ഇവര് എന്താണ് കർമ്മന്തുറയിൽ വരുന്നുണ്ട്. അപ്പൊ പോണോ, അങ്ങോട്ട് പോയാൽ മൊബൈലിൽ റേഞ്ച് കിട്ടും, ആരെങ്കിലും വിളിക്കണേ വിളിക്കാം എന്ന് പറഞ്ഞ സന്തോഷത്തോട് പിന്നെ ശരവണൻ ചിറ്റപ്പന്റെ ബൈക്കിൽ കയറി മുകേഷും സതീഷും കൂടെ കർമ്മന്തുറയിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിക്കുന്നു. അദ്ദേഹം മോനോടും അദ്ദേഹത്തിന്റെ പത്നിയോടും ഒക്കെ സംസാരിക്കുന്നു. ഒക്കെ വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, മൊബൈൽ താഴെ വയ്ക്കാത്ത നമ്മൾ, ഇതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല, ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് കരുതി ജീവിക്കുന്ന ഒരു സമൂഹം. ആ കോൺട്രാസ്റ്റ് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അവിടുന്ന് ഭാര്യയൊക്കെ വിളിച്ചു സംസാരിച്ച് ഇവർ തിരിച്ച് വരുന്ന വഴി
ശരവണൻ ചിറ്റപ്പൻ ചോദിക്കും, സാറ് സറക്ക് ഉപയോഗിക്കുമോ? അപ്പൊ മുകേഷ് ചോദിച്ചു, എന്ത്? അല്ല, സറക്ക് ഉപയോഗിക്കുമോ? അപ്പോഴാണ് മനസ്സിലായത് അതൊരു മദ്യമാണ്. അപ്പോ പിന്നെ മുകേഷ് പറയും, ഞാൻ വല്ലപ്പോഴും കൂടെയൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രം. സാർ ഇത് പ്രത്യേകം ചെയ്തെടുത്താണ്. ഇതൊരു വൃക്ഷത്തിന്റെ, ഒരു മരത്തിന്റെ തൊലിയുടെ നീരാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. അത് നല്ല സാധനമാണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോകും. പക്ഷെ ഒരല്പം മാത്രം ഒന്ന് രുചിച്ച് നോക്കും പോലെ മുകേഷ് കഴിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഭയങ്കര വീര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും ശരവണൻ ചിറ്റപ്പൻ അത്യാവശ്യം അത് പാസ്സാക്കി കഴിച്ചു. എന്തായാലും സന്തോഷത്തോടെ അവര് തിരിച്ചു വരുന്നു. അങ്ങനെ മൂന്നാം ദിവസം തിരിച്ച് പോരുമ്പോ പുലർച്ചെ അമ്മ പണിസ്ഥലത്തേക്ക് യാത്രയായി. അമ്മയെ സഹായിക്കാൻ ശശികല യാത്രയായി. ഇറങ്ങുന്ന സമയത്ത് അവരോടൊന്നും പറയാൻ പറ്റിയില്ല. 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവരിറങ്ങി. അവിടുന്ന് അവര് കൂട്ടുകാരന്റെ വണ്ടിയിൽ കർമ്മന്തുറയിൽ വന്നിറങ്ങി. അപ്പോഴേക്കും ഉച്ചയാകാറായി, ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സതീഷ് ചോദിക്കുന്നുണ്ട്, സാറേ നമുക്ക് ഇവിടുന്ന് എന്താ കഴിക്കേണ്ടത്? നമുക്ക് ബിരിയാണി കഴിച്ചാലോ എന്ന് സന്തോഷത്തോടെ ചോദിക്കും. അപ്പോൾ ഇദ്ദേഹം പറയും, ഓ ശരി ആയിക്കോട്ടെ, തമിഴ്നാട് ബിരിയാണി, കേരള സ്റ്റൈൽ ബിരിയാണി പോലല്ല, അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസം ഉണ്ടാകും. ചെന്നൈയിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, എന്നാൽ പോലും ഈ വീട്ടിൽ ചിക്കൻ കറി വെച്ച കാര്യം തന്നെ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ പോലെ അധികം മസാലയൊന്നും ഉപയോഗിക്കില്ല. തന്നെയല്ല, നമ്മളിവിടെ കളയുന്ന കാല്, ഈ ചിക്കൻ്റെ കാല് അവരത് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കും അത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു ഇത്. ചെന്നൈയിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട് മുകേഷ് ഒത്തിരി തവണ. എങ്കിലും അദ്ദേഹം പറയും സതീഷിന്റെ ഇഷ്ടപ്രകാരം ഓർഡർ കൊടുക്കാൻ പറയും. പക്ഷേ സതീഷ് അതിനു മുമ്പ് ഒരു കൂട്ടുകാരനെ അവിടെ മോട്ടോർ ബൈൻഡിങ് ചെയ്യുന്ന ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആയിട്ട് പരിചയപ്പെടുത്തും, ഇങ്ങനെയാണ്. അപ്പോൾ കൂട്ടുകാരന്റെ വിദ്യാഭ്യാസം അറിഞ്ഞിട്ട് മുകേഷ് ചോദിക്കുന്നുണ്ട്, ഗവൺമെന്റ് സർവീസിലൊന്നും ശ്രമിച്ചില്ലേ? പറയും, സാർ അത് ഇവിടെ ഒത്തിരി രാഷ്ട്രീയ പിടിപാടുകൾ ഒക്കെ ഉള്ളവർക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടുള്ളൂ. നമുക്ക് അങ്ങനൊന്നും ഇല്ല സാർ. പിന്നെ ഈ ജോലി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അത്യാവശ്യം ധാരാളം വർക്കുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല സാർ, ഇതിൽ തന്നെ തുടരാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ മൂന്നുപേരും ബിരിയാണിയൊക്കെ കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇറങ്ങാൻ നേരത്ത് മുകേഷ് ഇതിന്റെ ബില്ല് പേ ചെയ്യും. അപ്പൊ അതിന് സതീഷ് ഒന്ന് പിണങ്ങുന്നുണ്ട്. സാർ, എൻ്റെ നാട്ടിൽ വന്നിട്ട് സാറ് ബില്ല് പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ സങ്കടമാണ് സാർ. അപ്പൊ മുകേഷിനോട് പറയും, 3 ദിവസമായിട്ട് ഞാൻ ഇവിടെ അല്ലേ, നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ചിറ്റപ്പനെ ഇങ്ങനെ കൊണ്ടുപോയി നമ്മളെല്ലാം കാണിച്ചു തന്നു, പിന്നെ എത്രയോ തവണ നമ്മൾ ടീ ഷോപ്പിൽ കയറി ടീ കഴിച്ചു, ഇതൊക്കെ സതീഷല്ലേ പൈസ കൊടുത്ത്, നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ട് ഒറ്റ തവണ മാത്രം ഇപ്പോഴല്ലേ ഞാൻ കൊടുത്തുള്ളൂ, അതും വെറും 3 ബിരിയാണിയുടെ പൈസ, അതിന് നീ കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സതീഷ് അറിയാതെ മുകേഷ് ശ്രദ്ധിച്ചൊരു കാര്യം, സതീഷ് എന്തിനായിരുന്നു ഈ സുഹൃത്തിനെ, ശങ്കർ എന്ന ഈ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ ഭക്ഷണത്തിന്റെ പൈസ, ബില്ല് പേ ചെയ്യാനുള്ള പൈസ സതീഷിന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത് തന്റെ സാർ അറിയരുത്, അതിന് കുറച്ച് പൈസ വാങ്ങിക്കാൻ കൂട്ടുകാരനെ വിളിച്ചു വരുത്തിയതാണ്. പക്ഷേ അതാണ്, ഇത്രയേറെ തന്നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമോ ഒരാൾക്ക്? അത് തിരിച്ചറിയാൻ മുകേഷ് എന്ന ആ എഴുത്തുകാരന്, ആ സുഹൃത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ആ പൈസ പേ ചെയ്തത്. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ബസ്സിൽ കയറി. ഇതിനിടക്ക് ശങ്കർ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ബസ്സിൽ കയറിയിരുന്നു. വണ്ടി വിടുന്നത് വരെ സതീഷ് ഒപ്പം നിന്നു. വണ്ടി വിടുമ്പോൾ സന്തോഷത്തോടെ പോയി, തിരിച്ച് യാത്ര പറഞ്ഞു പോയി. ഇതിനിടക്ക് ശരവണൻ ചിറ്റപ്പൻ പറയുന്നുണ്ട്, സാറ് എൻ്റെ കല്യാണം ഞാൻ വിളിക്കും, സാറ് വരണം, ഫാമിലി ആയിട്ട് വരണം, കുറേ ദിവസം ഇവിടെ നിൽക്കണം എന്നൊക്കെ പറയും. കാരണം അത്രയ്ക്ക് മുകേഷിന് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. മുകേഷിന് ആ നാടും ആ നാട്ടുകാരെയും ഒക്കെ ഇഷ്ടമായി. വെറും 2 ദിവസം കൊണ്ട് പിരിയാനാവാത്തൊരു ആത്മബന്ധം ആ ഗ്രാമവുമായിട്ട്. ഈ പുസ്തകത്തിന്റെ 3-മത്തെ പ്രത്യേകത അതാണ്. നമ്മൾ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ അറിയാതെ നമ്മളും ആ നാടിനെ ഒത്തിരി സ്നേഹിച്ചു പോകും, ഒത്തിരി ഇഷ്ടപ്പെട്ടു പോകും. എന്നെങ്കിലും ഒരിക്കൽ തൊടരിപ്പട്ടിലൊന്ന് പോകണം. സതീഷ് മുകേഷ് എന്ന ബോസിന്, കൂട്ടുകാരന്, എഴുത്തുകാരന് കാണിച്ചു കൊടുത്ത മേഘം വെള്ളച്ചാട്ടം
അവിടുത്തെ മുത്തുമാരിയമ്മൻ 2 വർഷം കൂടുമ്പോൾ ഉത്സവം നടക്കുന്ന മുത്തുമാരിയമ്മൻ ക്ഷേത്രം കാണണം. അതിൻ്റെയൊക്കെ ഫോട്ടോ മുകേഷ് ഈ പുസ്തകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണണം എന്ന് നമ്മുടെ ഉള്ളിലും ഒരാഗ്രഹം ഉണ്ടാകും. അത്രയ്ക്ക് മനോഹരമായി, അത്രയ്ക്ക് ഹൃദയസ്പർശിയായിട്ടാണ് ശ്രീ മുകേഷ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യാത്രാ വിവരണം വായിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹോദരങ്ങൾ മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് മുകേഷ് വെള്ളിക്കോത്തിന്റെ തുടരിപ്പട്ടെന്ന യാത്രാ വിവരണം. ഒത്തിരി വിലയുള്ള പുസ്തകമൊന്നുമല്ല, ഒരു യാത്രയിലൊക്കെ നമുക്ക് വായിക്കാവുന്ന ഒരു പുസ്തകം. അല്പസമയം പോലും ബോറടിക്കാതെ നമ്മളെ ഒരു നദിയിലെ ഓളങ്ങൾ പോലെ ഇങ്ങനെ ഒരു ഒഴുക്കിൽ നമ്മൾ അങ്ങ് കൊണ്ടുപോകും മുകേഷ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ പരിചയമൊന്നും അദ്ദേഹത്തിനില്ല, പക്ഷേ ഒരു സാഹിത്യത്തിന്റെ അതിപ്രസരമില്ലാതെ വളരെ ജീവിതത്തിൽ തൊട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു പുസ്തകം തുടരിപ്പട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ ഒരിക്കലും ഇതൊരു യാത്രാ വിവരണമാണ് എന്ന് പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ പുസ്തകം കയ്യിലെടുത്തത്. എനിക്ക് ഈ പുസ്തകം ദിവ്യ എന്ന എൻ്റെ കൂട്ടുകാരി ഒരു വിവരവും പറയാതെ ഇതെന്റെ സുഹൃത്ത് എഴുതിയതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്ന് വായിക്ക് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് നൽകിയ ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നു, ധൈര്യമായി പറയുന്നു, മറക്കാതെ വായിക്കുക. ഇതുപോലെ നിരവധി ഗ്രാമങ്ങൾ നമ്മുടെ ഈ ഇന്ത്യയിലുണ്ട്, ഈ ഭാരതത്തിലുണ്ട്. നമ്മൾ അറിയാതെ പോകുന്നു അവരുടെ ജീവിതം, അവരുടെ പൈതൃകം, അവരുടെ സംസ്കൃതി, അവരുടെ ആത്മാവ്, ഇതൊക്കെ നമ്മൾ അറിയാതെ പോകുന്നു. ആർഭാടങ്ങളുടെ പുറകെ പായുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഏറ്റവും നല്ലൊരു മോട്ടിവേഷനാണ്. ജീവിതം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് തുടരിപ്പട്ടെന്ന ഗ്രാമത്തെക്കുറിച്ചുള്ള മുകേഷ് വെള്ളിക്കോത്തിന്റെ തുടരിപ്പട്ടെന്ന പുസ്തകം. വായിക്കണം. ഇന്നത്തെ തലമുറ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം. ഇന്റർനെറ്റ് ഇല്ലാതെ, മൊബൈൽ ഇല്ലാതെ, ഇടയ്ക്ക് സതീഷ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സാർ ബോറടിക്കുന്നുണ്ടോ, ലാപ്ടോപ്പിൽ ഞാനൊരു സിനിമ വെച്ച് തരാം കാണട്ടെ. അപ്പോഴും മുകേഷ് പറയുന്നത് എനിക്ക് ബോറടിയൊന്നുമില്ല, അത് വേണ്ട, എനിക്ക് സിനിമ കാണണ്ട എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ കണ്ടതിന്റെ ബാക്കി നിൽപ്പുണ്ട് ഞാൻ. കാരണം പുള്ളി വിജയ് ഫാനാണ് ഭയങ്കരമായിട്ട്. ആ വിജയുടെ ഒരു പടം പാതി കണ്ട് നിർത്തിയിരിക്കണം, അപ്പൊ അത് കാണുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് നിഷ്കളങ്കരാണ്. ഗ്രാമത്തിന്റെ വിശുദ്ധി പൂർണ്ണമായും അടങ്ങിയ ഒരു ഗ്രാമം. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും മറക്കാതെ കഴിവെങ്കിലൊന്ന് വാങ്ങിച്ചിട്ട് തന്നെ വായിക്കുക. അത് ഒരു നല്ല പുസ്തകം വാങ്ങിച്ചു എന്ന് നമുക്ക് എപ്പോഴും അഭിമാനിക്കാം. അതുകൊണ്ട് തന്നെ മറക്കാതെ, പ്രത്യേകിച്ച് യാത്രാ വിവരണം വായിക്കാൻ ആഗ്രഹിക്കുന്നവര്, ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാചകം ഇതിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പളയാണ് ഈ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകം പറയുന്നുണ്ട്, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം യാത്രകളാണ്, രണ്ടാമത്തെ കാര്യം യാത്രാ വിവരണം വായിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ യാത്രാ വിവരണം വായിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ സുഹൃത്തുക്കളെല്ലാവരും മറക്കാതെ തിരഞ്ഞെടുക്കുക ശ്രീ മുകേഷ് വെള്ളിക്കോത്തിന്റെ തുടരിപ്പട്ട്. വീണ്ടും ഒരു നല്ല പുസ്തകവുമായി നമുക്ക് സാഹിതിയിൽ കാണാം. ഇതുവരെ നന്ദി, നമസ്കാരം.